ഓ 2017 2018 2013 ഒക്കെ ബിറ്റ് കോയിൻ വാങ്ങിച്ച് വെക്കേണ്ടതായിരുന്നു. എന്ത് മിസ്സായിപ്പോയി. ഇപ്പം ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഒത്തിരി കയറി, ഇനിയിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ബിറ്റ് കോയിൻ ഇപ്പോഴും എക്സ്പെൻസീവ് അല്ല, ഇപ്പോഴും വളരെ ചീപ്പാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാം. ഓൾ റൈറ്റ്, നമുക്കിനി കുറച്ച് നേരം ഇരുന്നുകൊണ്ട് സംസാരിക്കാം. 2013 2017 അറ്റ്ലീസ്റ്റ് 2018 ബിറ്റ് കോയിൻ വാങ്ങിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഓൾറെഡി കോടീശ്വരനായന്. പക്ഷേ ഇനിയിപ്പോൾ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനാ എന്ന് കരുതുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രൂവ് ചെയ്തു തരാം, ബിറ്റ് കോയിൻ ഈസ് സ്റ്റിൽ ചീപ്പ്. 7 റീസൺസ് ഞാൻ പറയാം. 7th one വിൽ ബ്ലോ യുവർ മൈൻഡ്. എന്നാൽ പിന്നെ 7ാമത്തെ റീസൺ നിനക്ക് ആദ്യം തന്നെ പറഞ്ഞുകൂടെ എന്ന് മനസ്സിൽ തോന്നുന്ന ആളുകൾക്ക് വേണ്ടി ആദ്യം പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ മാത്രമേ ഈ 7ാമത്തെ കാര്യം സെൻസ് ഉണ്ടാക്കൂ. അതുകൊണ്ടാണ് ഞാനിത് 7ാമത് പറയുന്നത്. സോ ലെറ്റ്സ് ഗോ. ബിഫോർ ദാറ്റ് ഒരു ഡിസ്ക്ലെയിമർ. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പീക്ക് ലെവലിൽ നിൽക്കുന്ന ബിറ്റ് കോയിൻ ഇപ്പം തന്നെ ഓടിപ്പോയി വാങ്ങിക്കുക എന്നല്ല. മേ ബി നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം, ബിറ്റ് കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോകുന്ന സമയത്ത് വാങ്ങി തുടങ്ങാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ചേരുന്നതല്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാറി നിൽക്കാം. നിങ്ങളുടെ ഡ്യൂ ഡെലിജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് എൻ്റെ കൺവിക്ഷനാണ്. നിങ്ങളുടെ കൺവിക്ഷൻ ടോട്ടലി ഡിഫറൻ്റ് ആവുന്നത് വളരെ നോർമലാണ്. സോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യുക. ഓൾ റൈറ്റ്. അപ്പോൾ ബിറ്റ് കോയിൻ ഇപ്പോഴും വളരെ ചീപ്പാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ 1ാമത്തെ റീസൺ, സ്കാർസിറ്റി ഈസ് റിയൽ. നിങ്ങൾക്കറിയാമോ, ലോകത്തിലുള്ള എല്ലാ മില്യണേഴ്സും ഓരോ ബിറ്റ് കോയിൻ വീതം വാങ്ങാം എന്ന് ഇന്ന് തീരുമാനിച്ചാൽ പോലും ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള ബിറ്റ് കോയിൻ അവൈലബിൾ അല്ല. നമുക്കെല്ലാവർക്കും അറിയാം 21 മില്യൺ ബിറ്റ് കോയിൻ മാത്രമേ ടോട്ടൽ സപ്ലൈ ആയിട്ട് വരാൻ പോകുന്നുള്ളൂ. ഇതറിയാത്തവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഒരു ഡിജിറ്റൽ മൈനിങ് പ്രോസസ്സ് വഴിയാണ് ബിറ്റ് കോയിൻ നമുക്ക് അവൈലബിൾ ആവുന്നത്. അതിനെ നമുക്ക് ബിറ്റ് കോയിൻ മൈനിങ് എന്ന് പറയാം. സോ നമ്മൾ മൈൻ ചെയ്ത് 21 മില്യൺ ബിറ്റ് കോയിൻസ് നമ്മുടെ സപ്ലൈയിൽ വന്നു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ബിറ്റ് കോയിൻ നമുക്ക് മൈൻ ചെയ്തെടുക്കാൻ സാധിക്കില്ല. ജൂലൈ 2025 വരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ ഓൾറെഡി നമ്മൾ 19.7 മില്യൺ ബിറ്റ് കോയിൻസ് മൈൻ ചെയ്ത് കഴിഞ്ഞു. അതായത് ടോട്ടൽ സപ്ലൈയുടെ 94%. അതുമാത്രമല്ല, ഏകദേശം 3-4 ബിറ്റ് കോയിൻ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഫോർ എവർ നഷ്ടപ്പെട്ടു പോയി എന്നാണ്. ഫോർഗോട്ടൺ കീസ്, ഡെഡ് വാളറ്റ്സ്, അങ്ങനെയൊക്കെ. സോ ശരിക്കും നമുക്ക് അവൈലബിൾ ആവാൻ പോകുന്നത് ഏകദേശം 16-17 മില്യൺ ബിറ്റ് കോയിൻസ് മാത്രമാണ്. ഇന്ന് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ മില്യണേഴ്സിൻ്റെയും കണക്കെടുത്താൽ ഏകദേശം 60 മില്യൺ മില്യണേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഓരോ ബിറ്റ് കോയിൻ വീതം വാങ്ങി സൂക്ഷിക്കാമെന്ന് തീരുമാനിച്ചാൽ പോലും ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള ബിറ്റ് കോയിൻ അവൈലബിൾ അല്ല. അതിൻ്റെ അർത്ഥം ലോകത്തിലുള്ള എല്ലാ മില്യണേഴ്സിന് പോലും ഓരോ ബിറ്റ് കോയിൻ വീതം വാങ്ങാൻ സാധിക്കില്ല. അത്രത്തോളം സ്കേഴ്സ് ആയിട്ടുള്ള ഒരു അസറ്റ് ആയിരിക്കും ബിറ്റ് കോയിൻ. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ബിറ്റ് കോയിൻ ഇപ്പോഴും ചീപ്പാണ് എന്ന് ഞാൻ പറയാനുള്ള 2ാമത്തെ കാരണം, ബിറ്റ് കോയിൻ ഹാവിങ്. ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പറയണം. ഞാൻ നേരത്തെ പറഞ്ഞു ബിറ്റ് കോയിൻ നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നത് ഒരു ഡിജിറ്റൽ മൈനിങ് പ്രോസസ്സ് വഴിയാണ് എന്ന്. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കമ്പ്യൂട്ടിംഗ് ഒക്കെ ഇവിടെ ഇൻവോൾവ് ആണ്. ആ മൈനിങ് പ്രോസസ്സ് ഒരാൾ ചെയ്യുമ്പോൾ ഓരോ ബിറ്റ് കോയിൻ മൈൻ ചെയ്ത് നമ്മുടെ സപ്ലൈയിലോട്ട് എത്തിക്കുന്ന സമയത്തും അത് മൈൻ ചെയ്ത് സപ്ലൈയിലോട്ട് എത്തിച്ച ഒരാൾക്കോ അതല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്കോ റിവാർഡായിട്ട് കിട്ടുന്നതും ബിറ്റ് കോയിൻ തന്നെയാണ്. ഇങ്ങനെയാണ് ഈ ഹോൾ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ബിറ്റ് കോയിൻ ഹാവിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എല്ലാ 4 വർഷം കൂടുമ്പോഴും നടക്കുന്നുണ്ട്. ഇത് മറ്റൊന്നുമല്ല, ഈ മൈനേഴ്സിന് കിട്ടുന്ന റിവാർഡ് ഓരോ 4 വർഷം കൂടുമ്പോഴും പകുതിയായിട്ട് കുറയ്ക്കും. 2023 വരെ ഒരു ബ്ലോക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് 6.25 BTC ആയിരുന്നു റിവാർഡായിട്ട് കൊടുത്തിരുന്നതെങ്കിൽ 2024 ഹാവിങ്ങിന് ശേഷം അത് 3.12 BTC ആയി കുറച്ചു. ഇങ്ങനെ ചെയ്യണം എന്ന് 2024 തീരുമാനിച്ചതല്ല, ബിറ്റ് കോയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഈ 4 വർഷം കൂടുമ്പോൾ, അതായത് ഓരോ 4 വർഷം കൂടുമ്പോഴും ഈ റിവാർഡ് ഹാഫായിട്ട് കുറയ്ക്കും എന്ന് തന്നെയാണ്. മുമ്പുള്ള വർഷങ്ങളിൽ എന്തൊക്കെയാണ് ഈ ഹാവിംഗ് പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്ന് നമ്മൾ നോക്കിയാൽ 2012 ഹാവിംഗ് പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ $12 ആയിരുന്ന ബിറ്റ് കോയിൻ ഒരു വർഷം കൊണ്ട് തന്നെ $1200 മാറി. പിന്നീട് 2016 നടന്ന ഹാവിംഗ് പ്രോസസ്സിന് ശേഷം $650 ആയിരുന്ന ബിറ്റ് കോയിൻ്റെ വില $20,000 എത്തി 2017 അവസാനത്തോടുകൂടി. അതേപോലെ തന്നെ 2020 ഹാവിംഗ് പ്രോസസ്സിന് ശേഷം $8,700 ആയിരുന്ന ബിറ്റ് കോയിൻ്റെ പ്രൈസ് $69,000 ചെന്നെത്തിയത് 2021 അവസാനത്തോടുകൂടി. അങ്ങനെ നോക്കിയാൽ 2024 നടന്ന ഈ ഹാവിംഗ് പ്രോസസ്സിൻ്റെ ഒരു വലിയ ബുൾറണാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ 12-18 മാസത്തിനിടയിൽ ബിറ്റ് കോയിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുൾറൺ. ഈ ഹാവിംഗ് ഇനിയും നടക്കും. ഓരോ 4 വർഷം കൂടുമ്പോഴും ഇതേപോലെ തന്നെ ബുൾറണ്ണും നമുക്ക് ഇനിയും മുന്നോട്ട് കാണാം. ഓൾ റൈറ്റ്, അപ്പോൾ ബിറ്റ് കോയിൻ ഇപ്പോഴും ചീപ്പാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ 3ാമത്തെ കാരണം, കോമ്പറ്റീഷൻ ടു ബിക്കം ദ നെക്സ്റ്റ് സ്റ്റോർ ഓഫ് വാല്യൂ. ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഒരു കറൻസി പോലെയോ നമുക്ക് ഡെയിലി പോയി ചായ കുടിക്കാനോ അരി വാങ്ങിക്കാനോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ടല്ല മുന്നോട്ട് വളർന്നു വരാൻ പോകുന്നത്. അതല്ല അതിൻ്റെ ലോങ് ടേം പർപ്പസ്. സിമ്പിളായി പറഞ്ഞാൽ അതൊരു സ്റ്റോർ ഓഫ് വാല്യൂ ആണ്. എന്താണ് ഈ സ്റ്റോർ ഓഫ് വാല്യൂ?
നമ്മൾ നമ്മുടെ വെൽത്തിനെ പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കുന്നതോ സമയം കഴിയും തോറും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതോ അതല്ലെങ്കിൽ മുന്നോട്ടുള്ള ഫ്യൂച്ചറിൽ അതിൻ്റെ വാല്യൂ ഡിസപ്പിയർ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതോ ആയ കാര്യമാണ് ഈ സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട് എന്ന് കരുതുക. അതാണ് എൻ്റെ കയ്യിലുള്ള മുഴുവൻ സ്വത്തും. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി, അതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഞാൻ 1 കോടി രൂപ മുടക്കി ഇപ്പോൾ ആ പ്രൈസിന് കിട്ടുന്ന ഉള്ളി വാങ്ങിച്ച് ഞാൻ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എങ്ങനെയുണ്ടാവും? അതൊരിക്കലും ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം നമ്മുടെ ലോകമെമ്പാടും ഉപയോഗിക്കുന്ന സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് മേ ബി ഗോൾഡ് ആയിരിക്കാം, റിയൽ എസ്റ്റേറ്റ് ആയിരിക്കാം, ബോൺസ് ആയിരിക്കാം, ഇങ്ങനെ മറ്റു പല മാർഗ്ഗങ്ങളുമാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഓരോ മെത്തേഡിനും ഓരോ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഗോൾഡ് വളരെ ട്രസ്റ്റഡ് ആണ്, പക്ഷേ അതിന് സ്റ്റോറേജ് ഇഷ്യൂ ഉണ്ട്, ട്രാൻസ്ഫർ ഇഷ്യൂ ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് വളരെ സ്റ്റേബിൾ ആണ്, പക്ഷേ ലിക്വിഡിറ്റി പ്രോബ്ലംസ് വളരെ കൂടുതലാണ്. മാത്രമല്ല ജോഗ്രഫിക്കായിട്ടുള്ള റീസൺസ് കാരണം അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടാനുള്ള കാരണവും ഉണ്ട്. ഇനി ബോൺസ് ആണെങ്കിൽ അത് മിക്കപ്പോഴും സേഫ് ആയിരിക്കും, പക്ഷേ അത് ഇൻഫ്ലേഷനെ എപ്പോഴും ബീറ്റ് ചെയ്തോളണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റോർ ഓഫ് വാല്യൂവിനും ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. ഞാൻ പറയുന്നത് ബിറ്റ്കോയിൻ എമർജ് ചെയ്ത് വരുന്നത് ഈ ഒരു സ്റ്റോർ ഓഫ് വാല്യൂവിൻ്റെ സ്പേസിലോട്ടാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഉള്ള, വളരെ എളുപ്പത്തിൽ ഡിജിറ്റലി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, ബോർഡർലെസ് ആൻഡ് ഗ്ലോബലായ, വളരെ ലിക്വിഡിറ്റി കൂടിയ, നിങ്ങൾക്ക് ഏത് സമയവും വിൽക്കാനും വാങ്ങാനും കഴിയുന്ന തരത്തിലുള്ള ഒരു സ്റ്റോർ ഓഫ് വാല്യൂ തന്നെയാണ് ബിറ്റ്കോയിൻ. ഒരു ദോഷവും ഇല്ലാത്ത ഒന്നാണ് ബിറ്റ്കോയിൻ എന്നല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പല സ്റ്റോർ ഓഫ് വാല്യൂവിനേക്കാളും പല തരത്തിൽ മെച്ചപ്പെട്ട ഒരു സ്റ്റോർ ഓഫ് വാല്യൂ എന്ന തരത്തിൽ ബിറ്റ്കോയിൻ വളർന്ന് മുന്നോട്ട് വരാൻ സാധിക്കും എന്ന് മാത്രമാണ്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതെൻ്റെ മുൻപേ ഉള്ള പല വീഡിയോയിലും ഞാൻ ഡിസ്കസും ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട് കുറച്ച് നമ്പേഴ്സിലേക്ക് നോക്കാം. നമ്മളെല്ലാവരും ഇൻവെസ്റ്റിംഗ് സൂപ്പറാണ്, അടിപൊളിയാണ്, എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷേ ലോകത്തിലെ മുഴുവൻ അസറ്റ് എടുത്താൽ ഇതിൻ്റെ എത്ര ഭാഗം സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇരിക്കുന്നത്? നമ്മളൊക്കെ കരുതുന്ന പോലെ വലിയൊരു ഭാഗം സ്റ്റോക്ക് മാർക്കറ്റിലല്ല ഇരിക്കുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കിളുണ്ട്. ജെസ്സി മേയേഴ്സിൻ്റെ 2023 എഴുതിയ ബിറ്റ്കോയിൻസ് ഫുൾ പൊട്ടൻഷ്യൽ വാല്യുവേഷൻ എന്നൊരു ആർട്ടിക്കിൾ. ഇവിടെ ലോകത്തിലുള്ള മുഴുവൻ അസറ്റും എവിടെയാണ് ഇരിക്കുന്നത്, ഏത് ഫോമിലാണ് ഇരിക്കുന്നത് എന്ന് അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്, വളരെ സിമ്പിൾ ഒരു ഗ്രാഫിൽ കൂടെ. ഈ ആർട്ടിക്കിൾ എഴുതിയത് 2023 അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ കൂടെ അദ്ദേഹം 2025 അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫും അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ആ ഗ്രാഫ് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ടോട്ടൽ ഗ്ലോബൽ അസറ്റ് $1000 ട്രില്യൺ ആണ് എന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 370 ട്രില്യൺ റിയൽ എസ്റ്റേറ്റിലും 318 ട്രില്യൺ ബോൺസിലും 129 ട്രില്യൺ മണിയിലും 22 ട്രില്യൺ ഗോൾഡ് ആയിട്ടുമാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇക്വിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം കൂടെ ഏകദേശം 135 ട്രില്യൺ മാത്രമേ ഉള്ളൂ. അവിടെ ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ പോലും പറ്റാത്തത്ര ചെറിയ വലിപ്പത്തിൽ $2 ട്രില്യൺ ആയിട്ട് ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് ബിറ്റ്കോയിൻ. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോകത്തിലുള്ള ഗ്ലോബൽ അസറ്റ് എല്ലാം കൂടെ കൂട്ടി വെച്ചുണ്ടായ ഈ $1000 ട്രില്യൺ $500 ട്രില്യൺ അതിനു മുകളിലോ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് തന്നെയാണ്. മേജർലി ഗോൾഡ്, മണി ആൻഡ് ബോൺസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിറ്റ്കോയിൻ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്പേസിലോട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റോർ ഓഫ് വാല്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളെക്കാളൊക്കെ ബെറ്റർ ആയിട്ടൊരു സ്റ്റോർ ഓഫ് വാല്യൂ ആണ് ബിറ്റ്കോയിൻ എങ്കിൽ ഈ 2 ട്രില്യൺ എന്ന് പറയുന്നത് വളരെയധികം ഗ്രോ ചെയ്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോഴത്തെ കണക്ക് നോക്കിയാൽ ഗ്ലോബൽ അസറ്റിലെ 0.25% മാത്രമാണ് ബിറ്റ്കോയിൻ്റെ ഷെയർ. അത്ര ചെറിയ ഷെയർ ആയിരിക്കുന്ന ആ ഒരു ബിറ്റ്കോയിൻ്റെ വില ഇന്ന് $100,000 അടുപ്പിച്ചാണ്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ ആ ഷെയർ 1% ആയാൽ, അതല്ലെങ്കിൽ 10% ആയാൽ. ജെസ്സി മേയേഴ്സ് ഈ ആർട്ടിക്കിളിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ബിറ്റ്കോയിനെ തന്നെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ടേംസിൽ 25% മാർക്കറ്റ് ഷെയർ എത്തിയാൽ, അതായത് $200 ട്രില്യൺ ബിറ്റ്കോയിൻ്റെ ഷെയർ എത്തും എന്ന് അദ്ദേഹം കാണിക്കുന്നുണ്ട്. 25% എന്നുള്ള കണക്കൊന്നും ഞാൻ എടുക്കുന്നില്ല. ഞാനൊരു 10% എന്ന കണക്ക് എടുത്താൽ പോലും ബിറ്റ്കോയിൻ്റെ വില $2 to $2.5 മില്യൺ വന്നെത്താൻ പോകുന്നത്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ നമ്മൾ എടുത്താൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്. പക്ഷേ ഞാൻ അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. മാർക്കറ്റ് ക്യാപ്ചർ മാത്രം നമ്മൾ നോക്കിയാൽ $2 to $2.5 മില്യൺ ആയിരിക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് വരാൻ പോകുന്നത്. ഏകദേശം 16 തൊട്ട് 18 കോടി രൂപ. സോ ഇന്ന് ബിറ്റ്കോയിൻ്റെ വില 1 കോടി രൂപ. അപ്പോൾ അത് ചീപ്പല്ലേ? ഇനി ബിറ്റ്കോയിൻ ചീപ്പാണ് എന്ന് ഞാൻ പറയാനുള്ള 4ാമത്തെ കാരണം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ചാൽ കയ്യിൽ ഒരുപാട് പണമുള്ള ഓർഗനൈസേഷൻസ്. 2024 ബ്ലാക്ക് റോക്ക് അവരുടെ ബിറ്റ്കോയിൻ ETF ലോഞ്ച് ചെയ്തു. ബിറ്റ്കോയിൻ ETF എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടൊക്കെ വാങ്ങിക്കുന്നത് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ബിറ്റ്കോയിൻ വാങ്ങിക്കാനുള്ള ഫെസിലിറ്റി തരുന്നതാണ് ഈ ETF. ആളുകൾ ഡയറക്റ്റ് ആയിട്ട് ബിറ്റ്കോയിൻ ഹാൻഡിൽ ചെയ്യാതെ തന്നെ അത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ തരുന്നു എന്നുള്ളതാണ്. ഈ കമ്പനീസൊക്കെ ബിറ്റ്കോയിൻ വാങ്ങി ഹോൾഡ് ചെയ്യും, നമ്മൾ അവരുടെ ETF വാങ്ങുന്നു. ബിറ്റ്കോയിൻ്റെ ഓണർഷിപ്പ് ഈ കമ്പനികളിൽ തന്നെ ആയിരിക്കും. ഗോൾഡ് ETF ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നത് പോലെ ഈ ബിറ്റ്കോയിൻ ETF നമുക്ക് വാങ്ങിക്കാം. എനിവേ, അതിൻ്റെ ഗുണവും ദോഷവും എന്നല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ETF സ്റ്റാർട്ട് ചെയ്ത് വെറും 6 മാസം കൊണ്ട് തന്നെ ബ്ലാക്ക് റോക്ക് അക്യുമുലേറ്റ് ചെയ്തത് 3 ലക്ഷം ബിറ്റ്കോയിൻ ആണ്. ഏകദേശം $20 ബില്യൺ ഹോൾഡിംഗ്.
ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ 3 ലക്ഷം ബിറ്റ്കോയിൻ എന്നത് ഏകദേശം ഡബിൾ ചെയ്ത് 7-7.5 ലക്ഷം ബിറ്റ്കോയിൻ ഇപ്പോൾ ബ്ലാക്ക് റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് റോക്ക് മാത്രമല്ല, മറ്റുള്ള ജയൻസ് ആയിട്ടുള്ള ഫിഡലിറ്റി, ആർക്ക് ഇൻവെസ്റ്റ്, വാൻ എക്, ഫ്രാങ്കിൾ ടെമ്പിൾട്ടൺ ഇവരെല്ലാവരും ബിറ്റ്കോയിൻ ETF ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. US-ലുള്ള ഈ ബിറ്റ്കോയിൻ ETF എല്ലാം കൂടെ കമ്പൈൻ ചെയ്താൽ ഏകദേശം 1 മില്യൺ ബിറ്റ്കോയിനോളം ആണ് ഇവർ ഹോൾഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 5% ഓഫ് ഓൾ ബിറ്റ്കോയിൻ സപ്ലൈ. നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വന്ന് ബിറ്റ്കോയിൻ വാങ്ങിക്കുന്ന സമയത്ത് 0.0001 ബിറ്റ്കോയിൻ ഒക്കെയാണ് വാങ്ങിക്കുന്നത് എങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവർ മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ബിറ്റ്കോയിൻ ആണ് വാങ്ങിച്ചു കൂട്ടുന്നത്. ഡെഫിനറ്റ് ആയിട്ടും അത് ബിറ്റ്കോയിൻ്റെ ഡിമാൻഡും പ്രൈസും ഇൻക്രീസ് ചെയ്യും. ഇനി ഒരു ചോദ്യം കൂടെ, ഗവൺമെൻറ്റ്സ് ഒക്കെ ഇതിലേക്ക് എൻ്റർ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പോൾ തന്നെ US-ലുള്ള പല സ്റ്റേറ്റ്സും അതുമാത്രമല്ല UK-യിലുള്ള പല പെൻഷൻ ഫണ്ട്സും ബിറ്റ്കോയിൻ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളും അവരുടെ ഗ്ലോബൽ പെൻഷൻ ഫണ്ടിലേക്ക് 1-2% ഈ ETF-ലേക്കോ ബിറ്റ്കോയിനിലേക്കോ ഡയറക്റ്റ് ചെയ്താൽ എന്താകും പിന്നെ ബിറ്റ്കോയിൻ വരാൻ പോകുന്ന ഡിമാൻഡ്? ഓൾ റൈറ്റ്, അപ്പോൾ ബിറ്റ്കോയിൻ ഇപ്പോഴും വളരെ ചീപ്പാണ് എന്ന് ഞാൻ പറയാനുള്ള 5ാമത്തെ റീസൺ, ETFs മെയ്ഡ് ബിറ്റ്കോയിൻ മാസ് ഫ്രണ്ട്ലി. 2021 കുറച്ച് ലക്ഷം ആളുകൾ മാത്രമായിരുന്നു ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്. ഈ ETF-ന്റെ അഡോപ്ഷനോടുകൂടി 2025 ഇത് ഏകദേശം 100 മില്യൺ ആളുകളാണ് ഇപ്പോൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. റെഗുലേഷനെ പേടിച്ചിട്ടോ മറ്റ് കാരണങ്ങൾ പേടിച്ചിട്ടോ ഒക്കെ ഇന്ത്യയിലോ മറ്റ് രാജ്യങ്ങളിലോ ഒക്കെ ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്ന ആളുകൾ പോലും ഈ ETF-ന്റെ ഫെസിലിറ്റി യൂസ് ചെയ്ത് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. US-ലെ റിട്ടയർമെന്റ് ഫണ്ടായ 401k പോലും അതിൻ്റെ ചെറിയ ഒരു പോർഷൻ ഇപ്പോൾ ബിറ്റ്കോയിനിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പല സ്ഥലത്തും വായിക്കാൻ സാധിക്കും. ഒരു 3 വർഷം മുമ്പ് ഈ കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. ആളുകളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഈ ബിറ്റ്കോയിനിലേക്കുള്ള ഈ ഒരു അഡോപ്ഷൻ ഉറപ്പായിട്ടും പ്രൈസ് എക്സ്പ്ലോഷനിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ബിറ്റ്കോയിൻ ഇപ്പോഴും ചീപ്പാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ 6ാമത്തെ കാരണം, ഗവൺമെൻറ്റ്സ് കാൺട്ട് പ്രിൻറ്റ് ബിറ്റ്കോയിൻ. കോവിഡിന് ശേഷം സെൻട്രൽ ബാങ്ക്സ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് $20 ട്രില്യൺ ഇക്വലൻ്റ് ആയിട്ടുള്ള കറൻസീസ് ആണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നറിയില്ല, $, ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ സർക്കുലേഷനിലെ 40% പ്രിന്റ് ചെയ്തിരിക്കുന്നത് വെറും 18 മാസം കൊണ്ടാണ്. 2020 തൊട്ട് 2021 വരെയുള്ള സമയത്തിൽ ഈ കോവിഡ് ക്രൈസിസിന്റെ സമയത്താണ് ഈ പ്രിന്റിംഗ് നടന്നിരിക്കുന്നത്. എന്തായിരുന്നു അതിന്റെ റിസൾട്ട്? നമ്മുടെ ലോകമെമ്പാടുമുള്ള ഫിയാറ്റ് കറൻസിയുടെ പർച്ചേസിംഗ് പവർ താഴോട്ടിടിഞ്ഞു. പക്ഷേ ബിറ്റ്കോയിൻ അതങ്ങനെ ഒരു രാജ്യത്തിന് വെറുതെ പ്രിന്റ് ചെയ്ത് കൂട്ടാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ക്യാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് 21 മില്യൺ ബിറ്റ്കോയിൻസിൽ തന്നെയാണ്. അത് ഫോർ എവർ ആണ്, അത് ആർക്കും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെയൊക്കെ കയ്യിലുള്ള പണത്തിന്റെ മൂല്യം ഓരോ ദിവസവും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് ചൂണ്ടിക്കാട്ടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. മിക്ക ആളുകളും ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാൻ വഴിയില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഏറ്റവും കുറവ് ആളുകൾ കണ്ട വീഡിയോ ആയിരുന്നു അത്. ഏറ്റവും കുറവ് ആളുകൾ കണ്ട വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ ഈ അടുത്ത സമയത്ത് ചെയ്തിട്ടുള്ളതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വീഡിയോയും അത് തന്നെയായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് കറൻസി, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കറൻസിയുടെ വാല്യൂ ഇത്രത്തോളം ഇടിയുന്നത് എന്ന്. എനിവേ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ദ ഫൈനൽ പോയിന്റ്, എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ ഇപ്പോഴും ചീപ്പാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ 7ാമത്തെ കാരണം, ബിറ്റ്കോയിൻ ഈസ് ബിക്കമിങ് ദ നെക്സ്റ്റ് ഇന്റർനെറ്റ്. ഏർലി 90s ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ആളുകളൊന്നും അത്ര വലിയൊരു റെവല്യൂഷനായി കണ്ടിരുന്നില്ല. ഒരു ഷോർട്ട് ലീവ് ചെയ്യാൻ പോകുന്ന എന്തോ ഒരു സംഭവമായിട്ടാണ് മിക്ക ആളുകളും അതിനെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ 1995 വേൾഡ് പോപ്പുലേഷന്റെ 0.5% മാത്രമായിരുന്നു ഇന്റർനെറ്റ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ അത് 2005 ആയപ്പോഴത്തേക്ക് 1 ബില്യൺ യൂസേഴ്സിൽ എത്തി. 2025 അതായത് ഇന്ന് 5.5 ബില്യൺ യൂസേഴ്സ് ആണ് ഇന്റർനെറ്റ് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നത്. 8.5 ബില്യൺ ആളുകൾ ജീവിക്കുന്ന ഈ ഒരു ഭൂമിയിൽ 5.5 ബില്യൺ ആളുകളും ഇന്റർനെറ്റ് യൂസ് ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ അത് അവിടെ വരെ എത്താനായിട്ട് വെറും 30 വർഷം മാത്രമേ എടുത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ ബിറ്റ്കോയിനും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എക്സാക്ട് സെയിം അഡോപ്ഷൻ കർവിൽ തന്നെയാണ് എന്നാണ്. ഇന്നത്തെ സ്ഥിതി എടുത്താൽ ഏകദേശം 450 to 500 മില്യൺ ആളുകളാണ് ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യുന്നത്. എക്സ്പേർട്സ് പറയുന്നത് ഇത് 2027 ആകുമ്പോൾ തന്നെ ഏകദേശം 1 ബില്യൺ ക്രോസ് ചെയ്യും എന്നാണ്. 1997 ഓൺലൈൻ ഷോപ്പിങ്ങിനെ ആളുകൾ കളിയാക്കി കണ്ടു. ഇന്ന് ആമസോൺ ഒരു $2 ട്രില്യൺ കമ്പനിയാണ്. അതേപോലെ 2025 ഇന്നും ബിറ്റ്കോയിനെ കളിയാക്കുന്നവരോ സംശയിക്കുന്ന ആളുകളും ഉണ്ട്. 2035 മേ ബി ബിറ്റ്കോയിൻ ആയിരിക്കാം ഫിനാൻഷ്യൽ ഇന്റർനെറ്റിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ബിറ്റ്കോയിൻ വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുന്നത് ബിറ്റ്കോയിൻ മാത്രമല്ല, ഫ്യൂച്ചർ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ചെറിയ പോർഷൻ കൂടിയാണ്. ഇനി എപ്പോഴെങ്കിലും ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ നിങ്ങൾ മിസ്സാക്കി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലും പറയുവാണെങ്കിലോ, നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ഗവൺമെന്റ്സ് പലതും ഇതുവരെ ഇത് അഡോപ്റ്റ് ചെയ്തിട്ടില്ല. ബ്ലാക്ക് റോക്ക് പോലത്തെ വലിയ കമ്പനീസ് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ നിങ്ങൾ മിസ്സാക്കി എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. നിങ്ങൾക്ക് $100 $1000 ഒന്നും ഇപ്പോൾ ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ കിട്ടിയില്ല എന്ന് വരും. പക്ഷേ അത് $500,000 $1 മില്യണിലേക്കോ ഒക്കെ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ $100,000 ചീപ്പ് തന്നെയല്ലേ? ഈ വീഡിയോ നിങ്ങൾ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ചെറുതായിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ 0.1 ബിറ്റ്കോയിൻ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് പോലും നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും എന്ന് കാണിച്ച് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. ഇനി അതല്ല, ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് താഴെ എന്നോട് ഷെയർ ചെയ്യാം. മേ ബി നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ ചിലപ്പോൾ ചേഞ്ച് ചെയ്തേക്കാം. ഇവിടെ ജയവും തോൽവിയൊന്നുമില്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിക്കുകയാണ്.
അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ക്രിപ്റ്റോയെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞ വീഡിയോയും ഈ ഹോൾ പ്ലേലിസ്റ്റും ചെക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക.